പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഹിന്ദുക്കളായിരിക്കുന്ന വ്യക്തികളെയൊക്കെ വളരെയധികം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുകയാണ്. അതിൽ ഗവൺമെൻറ്റിനും പങ്കുണ്ട്, പോലീസിനും പങ്കുണ്ട്. പോലീസ് അവരെ സംരക്ഷിക്കാൻ പോകുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ബംഗ്ലാദേശികൾ എല്ലാവരും, ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവരും ഭാരതത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഭാരതത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അവർക്ക് ഭാരതത്തിൽ സിറ്റിസൺഷിപ്പ് ലഭിക്കത്തക്ക രീതിയിലുള്ള നിയമങ്ങൾ ഓൾറെഡി നമ്മുടെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ബംഗ്ലാദേശിൽ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കുകയും അവർക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്നത് അവർ മനസ്സിലാക്കി അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഈ ഒരു സമയത്ത് സൈനിക നടപടിയുമായിട്ട് ഭാരതം ബംഗ്ലാദേശിനെതിരെ പോവുകയാണെങ്കിൽ ബംഗ്ലാദേശിലെ മൈനോറിറ്റി ആയിരിക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വളരെയധികം അവിടെയുള്ളവർ പീഡിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു അവിവേകം ഗവൺമെൻറ് എന്തായാലും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ നമ്മുടെ ആളുകളൊക്കെ ഇങ്ങോട്ട് വന്ന ശേഷം പിന്നെ ഈ ടെററിസ്റ്റിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ നടപടികൾ എടുക്കാം. പ്രത്യേകിച്ച് എല്ലാ ടെററിസ്റ്റുകളും അവരുടെ വീഡിയോ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ടല്ലോ. അവർ ചെയ്യുന്ന നന്മകളെക്കുറിച്ചുള്ള, അവർ ആൾക്കാരെ ഉപദ്രവിക്കുന്നു, കൊല്ലുന്നു, ഹിന്ദുക്കളുടെ ടെമ്പിൾസിനെയും ക്രിസ്ത്യൻസിൻ്റെ സഭകളെയും ഒക്കെ നശിപ്പിക്കുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ അവർ ഇടുമ്പോൾ അവരുടെ പേരും അവരുടെ ആളുകളെയൊക്കെ തിരിച്ചറിയാൻ ഇവിടെ ഓൾറെഡി എല്ലാവർക്കും സാധിക്കുന്നുണ്ട്. അവരെ തീർക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഭാരതം ചെയ്യും, ഗവൺമെൻറ് ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശുമായിട്ടുള്ള പല റിലേഷൻഷിപ്സും ഇനി കട്ടാകും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ബംഗ്ലാദേശ് മാനസാന്തരപ്പെടും എന്നത് തോന്നുന്നില്ല. ഈ ഒരു അവസ്ഥ, ഈ ഒരു അന്തരീക്ഷം അവിടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു ടെററിസ്റ്റ് സ്റ്റേറ്റായിട്ട് ഭാരതം അതിനെ കാണുകയും പ്രഖ്യാപിക്കുകയും അതിനെതിരെ ചെയ്യേണ്ട നടപടികളൊക്കെ ചെയ്യാനും സാധ്യതയുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ ചില സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അവിടുത്തെ ബംഗ്ലാദേശിലെ ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തും എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഒരു അത്ഭുതം ദൈവം ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുക. പിന്നെ ഭാരതത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും തമ്മിൽ സ്നേഹത്തോടെ ആയിരിക്കണം ഈ ഒരു സമയത്ത്. കാരണം ബംഗ്ലാദേശി മുസ്ലിംസ് ചെയ്യുന്നതിന് ഭാരതത്തിലെ മുസ്ലിംസ് ഉത്തരവാദികളല്ല. പിന്നെ ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് അവിടുത്തെ ടെററിസ്റ്റുകളുടെ ലെവലിലേക്ക് താഴാനോ അവിടെ അവർ കാണിക്കുന്ന പോലത്തെ മോശമായിട്ടുള്ള സ്വഭാവം കാണിക്കാനോ സാധിക്കില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ അനധികൃതമായിട്ട് കടന്നു വന്നിട്ടുള്ള മുസ്ലിംസൊക്കെ നമ്മുടെ ഗവൺമെൻറ് ഓൾറെഡി പുറത്താക്കുന്നുണ്ട്. അനധികൃതമായിട്ട് ഇവിടെ താമസിക്കുന്ന ബംഗ്ലാദേശികളെയൊക്കെ ഓൾറെഡി പുറത്താക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് വരുന്ന ഹിന്ദുക്കൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള വകുപ്പും ഭാരതത്തിലുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭാരതത്തിലെ ഹിന്ദുക്കൾ നിയമം കയ്യിലെടുത്തിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ അതിനകത്ത് ഭാഗമാക്കേണ്ട ആവശ്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. നമ്മൾ അവിടെ നിന്നും വ്യത്യസ്തരാണ് എന്നുള്ളത് ബംഗ്ലാദേശിലെ മുസ്ലിംസും പാകിസ്ഥാനിലെ മുസ്ലിംസും അറിയേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഭാരതീയ സമൂഹത്തിൻ്റെ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെയും ആവശ്യമാണ്. അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില ആൻറ്റി കൺവേർഷൻ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉത്തർപ്രദേശിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്നലെ 2 പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഈ പാസ്റ്റർമാർക്കെതിരെ കൊണ്ടുവന്നിരിക്കുന്ന ആക്യൂസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, അത് വളരെ ഫേക്കായിട്ടുള്ള ആക്യൂസേഷനായിട്ടാണ് ഞാനത് കേട്ട് അത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ അക്യൂസറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി പറയുന്നത്, ഞാൻ അവിടേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു 100-150 പേരുണ്ടായിരുന്നു. അവരൊക്കെ സ്ത്രീകളായിരുന്നു. ഈ സ്ത്രീകളൊക്കെ പാവപ്പെട്ട ഹിന്ദുക്കളായിരുന്നു. പിന്നെ അവർക്ക് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് ഈ പാസ്റ്റർ അവരുടെ അവസ്ഥകൾക്ക് മാറ്റം, അവർ പൈസ കൊടുത്തിട്ടും ജോലി കൊടുത്തിട്ടും കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്തിട്ടും അവർക്ക് ചില ഭവനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സാമഗ്രികൾ കൊടുത്തിട്ടും തീർക്കും എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ഹിന്ദു ദൈവങ്ങളെയും ദേവതകളെയും ഒക്കെ പറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിൽ പരാമർശിച്ചു. പിന്നെ പറഞ്ഞത്, മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് ഈ വ്യക്തി ചെന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ മതം മാറ്റുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ
പോലീസിനടുത്തേക്ക് ആ വ്യക്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 1100 രൂപ അയാൾക്ക് കൊടുക്കാനായിട്ട് ഒരു ബ്രൈബ് മാതിരി കൊടുക്കാനായിട്ട് ശ്രമിച്ചു എന്ന് കൂടെ അയാൾ പറയുന്നുണ്ട്. ഇനി മാത്രമല്ല, പാസ്റ്റർമാർ ഈ അവിടെ വരുന്ന പാവപ്പെട്ട സ്ത്രീകളോട് പറഞ്ഞത്രേ, നിങ്ങൾ എല്ലാ ആഴ്ചയിലും പുതിയ ആളുകളെ കൊണ്ടുവരണം, അങ്ങനെ പുതിയ ആളുകളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അവരെ പ്രഷറൈസ് ചെയ്തിട്ട് ചില ആളുകളൊക്കെ ആത്മഹത്യയുടെ വക്കത്തെത്തി എന്നൊക്കെ രീതിയിലുള്ള കംപ്ലയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ കംപ്ലയിൻറ്റ് മുഴുവൻ ഹിന്ദിയിലാണ്, അത് ഞാൻ വായിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായി സാധിച്ചത് ആ കംപ്ലയിൻറ്റിൽ ഒരു കഴമ്പുമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 1100 രൂപ എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ മീഗറായിട്ടുള്ള സംഖ്യയാണ്. അത് ഒരു പാസ്റ്റർ അവർക്ക് വാഗ്ദാനം കൊടുക്കുകയാണ്, എനിക്കെതിരെ പരാതി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1100 രൂപ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഒന്നുകിൽ ആ വ്യക്തി പാവപ്പെട്ടവനാണ്, അതുകൊണ്ടാണ് ഈ 1100 രൂപ പറയുന്നത്. അല്ലെങ്കിൽ ഒരു 3-4 പൂജ്യം കൂടെ ചേർത്തിരുന്നെങ്കിൽ ആ FIR കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് തോന്നും. അയാളുടെ അടുത്ത് പൈസയുണ്ട്, അയാൾ പൈസ കൊണ്ട് ആൾക്കാരെ വിലയ്ക്ക് മേടിക്കാനും കൺവേർട്ട് ചെയ്യാനും ശ്രമിക്കുന്നു എന്നൊക്കെ സ്ഥാപിക്കാനായിട്ട് അത് സഹായിക്കുമായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഇപ്പോൾ യോഗിജി പറയുന്നത് പാവങ്ങളില്ലെന്നാണ്. അപ്പോൾ ഈ 150 പാവം ഹിന്ദു സ്ത്രീകൾ എങ്ങനെ ഈ പാസ്റ്റർക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നത് ഒരു ചോദ്യമാണ്. ഇനി യോഗിജി അവിടെ എല്ലാവർക്കും പശുവിനെ കൊടുക്കുന്നുണ്ട്, അവർക്ക് സ്വയമായിട്ട് തൊഴിൽ ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സെൽഫ് എംപ്ലോയ്മെൻറ്റിനുള്ള എല്ലാ സാധ്യതകളും UP-യിൽ ഇന്നുണ്ട്, പണ്ടത്തെ അവസ്ഥ പോലെയല്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇയാൾ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്, ഇയാൾ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീകളെ, അവരുടെ മക്കളെ വശീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ യോഗിജി അവിടെ ആർക്കും ജോലി കൊടുക്കുന്നില്ല, പശു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇയാൾ എന്താ പറയുന്നത്, അവിടെ പാവങ്ങളെയൊക്കെ കണ്ടെത്തി അവരെ എല്യൂർ ചെയ്യുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പം യോഗിജി ഓൾറെഡി അവിടെ എല്ലാവർക്കും ജോലി കൊടുക്കുന്നുണ്ട്, പാവങ്ങളുടെ സംഖ്യ അവിടെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കേസുകൾ, അതിന് യാതൊരു കഴമ്പുമില്ല. ആ കഴമ്പില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ കേസുകൾ മുമ്പ് തള്ളിപ്പോയത്. കഴിഞ്ഞ 2 മാസം മുന്നേ ഇതേ ഡിസ്ട്രിക്റ്റിൽ നിന്ന്, ഫത്തേപൂർ എന്നാണ് ആ ഡിസ്ട്രിക്റ്റിൻ്റെ പേര്, ഇതേ ഡിസ്ട്രിക്റ്റിൽ നിന്ന് പോയ 5 കേസ് ഒറ്റയടിക്ക് സുപ്രീം കോർട്ട് റദ്ദാക്കി, ക്വാഷ് ചെയ്ത് കളഞ്ഞു. സുപ്രീം കോർട്ട് പറഞ്ഞ് ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്, ആളുകളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒന്നാമതെന്ന് പറഞ്ഞാൽ, ഈ പരാതി ചെയ്യാൻ പോകുന്ന വ്യക്തി ഒരു പുരുഷനാണ്, സ്ത്രീയല്ല. ഈ 150 സ്ത്രീകളിൽ ആർക്കും പരാതിയില്ല, പരാതിക്ക് പോകുന്നത് ഒരു പുരുഷനാണ്. രണ്ടാമത് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ 150 സ്ത്രീകളൊക്കെ പാവങ്ങളാണ്. ഈ സ്ത്രീകൾക്കൊക്കെ ജോലിയും പിന്നെ അവരുടെ മക്കൾക്ക് ട്യൂഷനും ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷനും, പിന്നെ അവരുടെ മക്കൾക്ക് അവർക്ക് പൈസയും ഇതൊക്കെ വാഗ്ദാനം ചെയ്യാൻ കഴിയുന്ന ആ പാസ്റ്റർക്ക് 1100 രൂപ ഇയാളുടെ കയ്യിൽ കൊടുക്കാനായിട്ടുള്ളൂ, ഇയാൾ ആ പാസ്റ്റർക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പം തന്നെ, കേൾക്കുമ്പം തന്നെ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി ഏത് ഹിന്ദു ദൈവങ്ങൾക്കെതിരെയാണ് പരാമർശിച്ചത് എന്നത് പറഞ്ഞിട്ടില്ല വ്യക്തമായിട്ട്, എന്താണ് പരാമർശിച്ചത് എന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ എത്രയോ ഹിന്ദു ദൈവങ്ങളുടെ കഥകൾ പറയാറുണ്ട്. അത് നല്ല രീതിയിലാണ് പറയുന്നത്. അത് ദൈവങ്ങൾ അവരിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണോ അയാൾ പറഞ്ഞിരിക്കുന്നത്, അതോ ആ ദൈവങ്ങളെ മോശമാക്കാനുള്ള കാര്യങ്ങളാണോ പറഞ്ഞിരിക്കുന്നത് എന്നറിയണം എന്നുണ്ടെങ്കിൽ ആ FIR-നകത്ത് തന്നെ ഉണ്ടാവണം എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമായിട്ട് ആ വ്യക്തി ഹിന്ദു ദേവതകൾക്കെതിരെ പറഞ്ഞത്, ഏത് ദൈവത്തിനെതിരെയാണ് സംസാരിച്ചത്, എങ്ങനെയാണ് സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങളും ഏത് കോണ്ടെക്സ്റ്റിലാണ് സംസാരിച്ചത് എന്നതും ആവശ്യമാണ്. ഇനി അങ്ങനെ ഒരു ദൈവത്തിനെതിരെ സംസാരിച്ചു എന്നതുകൊണ്ട് ആ വ്യക്തിക്ക് ശിക്ഷ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ അള്ളാഹു അക്ബറിൻ്റെ ടീം എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ അതിനുള്ള വീഡിയോസ് ഇല്ലേ? അവർക്കൊക്കെ എത്ര ശിക്ഷ കിട്ടണം? പിന്നെ നമ്മുടെ യേശുക്രിസ്തുവിനെതിരെ ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്? ഇപ്പോൾ തന്നെ ഒരു മനുഷ്യൻ ബംഗ്ലാദേശി, അയാൾ RSS മെമ്പർ അല്ല കേട്ടോ, അയാളൊരു എന്താ പറയുക BJP മെമ്പറും അല്ല. അയാൾ ക്രിസ്മസിന് ഒരു ചർച്ചിൽ പോയിട്ട് ആളുകളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട്, അയാളൊരു ബംഗ്ലാദേശി മുസ്ലിം ആയിരുന്നു, അയാളൊരു സനാതനി ഹിന്ദു ആയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഹിന്ദു ആയ ശേഷം അയാളിപ്പോൾ ക്രിസ്ത്യാനികളെയും പിന്നെ മുസ്ലിങ്ങളെയും ഒക്കെ പീഡിപ്പിക്കാൻ നടക്കുകയാണ്. അങ്ങനെ ഒരു പീഡനത്തിൻ്റെ ആവശ്യം ഹിന്ദുക്കൾ അയാളോട് ആവശ്യപ്പെട്ടിട്ടില്ല, RSS ആവശ്യപ്പെട്ടിട്ടില്ല, BJP ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അയാൾ ചെയ്തിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെയും
നമ്മുടെ ഭാരതത്തിൻ്റെയും പേര് ഇൻ്റർനാഷണലി മോശമാക്കേണ്ട കാര്യമില്ല. BJPയുടെ പേര് മോശമാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ നായരാണെങ്കിലും പിന്നെ BJPയുടെ മെയിനായിട്ടുള്ള നേതാക്കന്മാർ ഇവിടെ ഉള്ളവരെല്ലാവരും ആ വ്യക്തിയുടെ എന്തോ ഒരു പേരയാളുടെ എന്തോ ഒരു സത്യനിഷ്ഠയോ അങ്ങനെ എന്തോ ഒരു പേരാണ്. അപ്പം അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എതിർത്തിട്ടുണ്ട്. അയാൾ പറയുന്നത് BJPയുടെ ഒരു സൈഡല്ല എന്ന് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം നൻസിനെതിരെ ഛത്തീസ്ഗഡിൽ കേസുണ്ടായ സമയത്ത് BJPക്കാരാണ് അവരെ ഹെൽപ്പ് ചെയ്തത്. അവരെ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് ആ കേസിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നത്. ഇനി മുനമ്പത്ത് ക്രിസ്ത്യൻസിന് വഖഫ് ബോർഡിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നപ്പോൾ അവിടെയും ക്രിസ്ത്യൻസിനെയും പാവപ്പെട്ട ഹിന്ദുക്കളെയും സഹായിച്ചത് BJP ആണ്. ഇനി അതുമാത്രമല്ല, നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ക്രിസ്ത്യൻസിനോട് വളരെ നല്ല എന്താ പറയുക ഒരു ബിഹേവിയർ ഉണ്ടാക്കാനും നല്ലൊരു ബന്ധമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നോർത്ത് ഈസ്റ്റിലാണെങ്കിലും അവിടെയുള്ള ആളുകൾക്കൊക്കെ മോദിജിയെ വളരെ ഇഷ്ടമാണ്. കുറേ പേര് ക്രിസ്ത്യൻസും ഉണ്ട്. ഇനി നരേന്ദ്രമോദിജി തന്നെ ക്രിസ്മസിൻ്റെ അന്ന് പള്ളിയിൽ പോയി അവിടുത്തെ സർവീസിൽ പങ്കെടുത്തു. അവിടുന്ന് ഒരു ബൈബിള് അവരുടെ അടുത്ത് നിന്ന് സ്വീകരിച്ചു, സന്തോഷത്തോടെ സ്വീകരിച്ചു. ഒരു സാധാ RSS പ്രവർത്തകനല്ല കേട്ടോ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ. 26 കൊല്ലം ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഒക്കെ ആയിട്ട് നിന്ന ഒരു RSS ഐഡിയോളജി ഉൾക്കൊള്ളുന്ന RSS പ്രവർത്തകനാണ് നരേന്ദ്രമോദിജി. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ചെന്നിട്ട് താഴ്മയോടെ ബൈബിള് സ്വീകരിച്ചു, സന്തോഷത്തോടെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയും പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ക്രിസ്ത്യാനികളോട് വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ വിരോധമോ ഇല്ല. ഇനി എത്രയോ സമൂഹങ്ങളുണ്ട് പുറത്ത്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെ നരേന്ദ്രമോദിജി മീറ്റ് ചെയ്യുന്ന ക്രിസ്ത്യൻ ലീഡേഴ്സിനെയല്ലേ. നരേന്ദ്രമോദിജിയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാവരും ക്രിസ്ത്യൻ ലീഡേഴ്സും ഇസ്രായേലിനെ ഫേവർ ചെയ്യുന്ന ലീഡേഴ്സും അല്ലേ. അപ്പം ഇനി മുസ്ലിംസിൻ്റെ ഇടയിലും അതുപോലെയുള്ള ഒരു ഇമ്പ്രഷനാണ് നരേന്ദ്രമോദിജിക്കുള്ളത്. അതേ സംഗതിയാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിലുള്ള മറ്റ് പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാവരും കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ പരാമർശം ഇവിടെ അവിടെയൊക്കെ ഉണ്ടായി എന്നത് അത് നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ എടുക്കാതെ അതിനെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് അതിനെ വ്യാഖ്യാനിച്ചിട്ട് വേറെ രീതിയിലാക്കിയെടുത്തിട്ട് BJP മുഴുവൻ ആൻറ്റി ക്രിസ്ത്യൻ ആണ് എന്നുള്ള രീതിയിലാക്കാനുള്ള ശ്രമങ്ങൾ ഒഴിവാക്കണം. എന്നാൽ അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടതുണ്ട്. അത് സമയമാകുമ്പം വരും. മോദിജി തന്നെ പറഞ്ഞു, ഈ നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് മനുഷ്യരുടെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരെ അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിക്കാനോ കഷ്ടപ്പെടുത്താനോ വേണ്ടിയിട്ട് അല്ല. ഇനി ഈ കൺവേർഷൻ്റെ പ്രശ്നം ഇപ്പോൾ BJPയിലെ ചില ആളുകൾക്കൊക്കെ ഒരു കൺസേൺ ആണ്, ഇങ്ങനെ പൈസ കൊടുത്തിട്ട് മതം മാറ്റിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ചില പരിഹാരങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അത് ക്രിസ്ത്യൻസ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇങ്ങനെയുള്ള പൈസ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ വാസ്തവത്തിൽ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ ഈ ആൻറ്റി കൺവേർഷൻ ബില്ലും അതിൻ്റെ ഫ്രീഡം ഓഫ് റിലീജിയൻ അതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ നിയമങ്ങൾക്കകത്ത് ഒരൊറ്റ ക്ലോസ് വെച്ചാൽ മതി. ആ ക്ലോസ് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ ജീസസിൽ വരികയും സഭയുടെ ഭാഗമായി തീരുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അയാളിപ്പോൾ 5 കൊല്ലമായോ 10 കൊല്ലമായോ 15 കൊല്ലമായോ 20 കൊല്ലമായോ വളരെ തിക്തമായ അനുഭവങ്ങളോ ആ വ്യക്തിയെ ആ സമൂഹം ശരിയായ രീതിയിൽ ഒരു ഫെയർ ആയിട്ടോ ഈക്വലായിട്ടോ ട്രീറ്റ് ചെയ്യാതെ അവരെ മിസ്ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അവർക്ക് ആ സമൂഹത്തിനെതിരെ കേസ് കൊടുക്കാം, അവരുടെ അടുത്തുനിന്ന് കോമ്പൻസേഷൻ മേടിക്കാം. അങ്ങനെ ഒരു ക്ലോസ് വെക്കുകയാണെങ്കിൽ ഈ വെറുതെ എന്താ പറയുക പേരിന് വേണ്ടി ആളെ കൂട്ടാൻ വേണ്ടി തല കണക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഈ കണക്ക് കാണിച്ചിട്ട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് കൺവെർട്ട് ചെയ്യുന്ന എല്ലാ പരിപാടിയും അതോടെ നിൽക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയില്ല. ഉത്തരവാദിത്ത ബോധത്തോടെ ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വരുന്നു, അയാളുടെ ദൈവത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് സുവിശേഷം പറഞ്ഞു പ്രത്യേകിച്ച് നയിക്കേണ്ട കാര്യമൊന്നുമില്ല. ആളുകളുടെ കയ്യിൽ ബൈബിളും ലിറ്ററേച്ചറും ഇന്നിപ്പോൾ മൊബൈൽ ഫോണിലെല്ലാം ഉണ്ട്. അവർ വായിച്ചിട്ട് ഒരാൾ വരികയാണ്, എനിക്ക് അറിയണം എന്താണ് യേശു, അവർക്കതിനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവരെ മതം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അവർ തന്നെ അവരുടെ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ചെയ്തോളൂ. അങ്ങനെ വരുന്ന ഒരു വ്യക്തിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് സഭയുടെ ആവശ്യം. അങ്ങനെ വരുന്ന ഒരു വ്യക്തി അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കുക എന്നുള്ളത് സഭയുടെ ചുമതലയായിരിക്കണം. അവർക്ക് തിക്തമായ അനുഭവങ്ങൾ കൊടുക്കുകയും അവരെ മോശമായിട്ടുള്ള രീതിയിൽ അവരോട് ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കേസ് കൊടുക്കാൻ പറ്റുന്ന
അവർക്ക് ഈ സഭകളെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ എന്താ പറയുക, ഉത്തരവാദിത്വമില്ലാതെ ആളുകളെ ഈ ഒരു മാർഗത്തിലേക്ക് നയിച്ചിട്ട് അവരുടെ ജീവിതങ്ങൾ തുലയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുടെ പ്രവൃത്തികൾ അവസാനിക്കും. അത് അവസാനിച്ചാൽ തന്നെ ഇപ്പോൾ ഉള്ള ഈ ഹിന്ദു ക്രിസ്ത്യൻ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഈ കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ടത് മുഴുവനായിട്ട് തീരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പൈസയ്ക്ക് വേണ്ടിയോ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അവരെ ഇങ്ങോട്ട് ചായക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ക്ലോസ് വന്നു കഴിഞ്ഞാൽ അവരുടെ പരിപാടി ഒരു നിർത്തും. കാരണം അത് ജീവിതകാലം മുഴുവനുള്ള ഉത്തരവാദിത്തമാണ്. ആൾക്കാരെ പറ്റിച്ചിട്ട് പോകാൻ പറ്റില്ല. ഇനി ഈ പറഞ്ഞ പാസ്റ്റർമാരുടെ കയ്യിലോ അല്ലെങ്കിൽ ഈ ഇവിടുന്ന് പോകുന്ന ആളുകളുടെ കയ്യിലോ അത്രയും പൈസ ഈ ആൾക്കാർക്ക് കൊടുത്തിട്ട് അവരുടെ ജീവിതം മുഴുവൻ നന്നാക്കാനോ അവരുടെ ജീവിതകാലം മുഴുവൻ നോക്കാനോ ഉള്ള സൗകര്യങ്ങളോ അവരുടെ കയ്യിലില്ല എന്നത് ഗവൺമെൻറ്റിനും അറിയാം, നമുക്കും അറിയാം, ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ദൈവത്തെ അറിഞ്ഞു വരുന്നെങ്കിൽ അവർ വന്നോട്ടെ, അത് അവരുടെ ഇഷ്ടം. പക്ഷെ അല്ലാത്തവർ വരാതിരിക്കാൻ ക്രിസ്ത്യൻ സമൂഹവും അങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഈ പാസ്റ്റർമാർ റിലീസാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക.